ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തില് സ്വർഗത്തിൽ ഒരു മനുഷ്യർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയധികം വിശുദ്ധരുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല ജനതകളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, സകല രാജ്യങ്ങളിൽ നിന്നുമുള്ള എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്ര വലിയ പുരുഷാരമാണ്, വിശുദ്ധരുടെ കൂട്ടമാണ് സ്വർഗത്തിലുള്ളത്. അവര് കയ്യില് കുരുത്തോല ഏന്തി, അത് തിരുവുത്ഥാനത്തിന്റെ പ്രതീകമാണ്, അവർ പ്രദക്ഷിണം വെക്കുന്നു. മാത്രമല്ല, അവരാരാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കി വെളുപ്പിച്ചവരെന്നാണ്. അങ്ങനെ കർത്താവിന് വേണ്ടി മരിച്ച വിശുദ്ധരുടെ കൂട്ടം. ചുരുക്കത്തില് യഹോവാസാക്ഷികൾ പറയുന്നത് പോലെ 144,000 യഹോവാസാക്ഷികളല്ല സ്വർഗത്തിലുള്ളത്. ഒരു മനുഷ്യർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയധികം വിശുദ്ധരുണ്ട്. അതേസമയം ആരൊക്കെയാണ് അതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കത്തോലിക്ക സഭയില് 17,000 ചില്ലാനും വിശുദ്ധരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അവരവിടെ ഉണ്ട് എന്ന് സഭയ്ക്ക് ബോധ്യം വന്നവരുടെ ലിസ്റ്റാണ്. 17,000 ചില്ലാനമാണ്. അതിൽ പഴയ നിയമത്തിൽ വിശുദ്ധരടക്കമുണ്ട്. പക്ഷെ അവരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ലിസ്റ്റ് ഉണ്ടെങ്കിലും അവരെക്കുറിച്ചുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള അനുസ്മരണം, ഈ പഴയ നിയമത്തിൽ വിശുദ്ധരെ കുറിച്ചുള്ള അനുസ്മരണം അവരുടെ വായനകളിൽ വരുന്നു. പക്ഷെ അവർക്കെല്ലാം ഓരോ ദിവസങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. 17,000 ചില്ലാനം വിശുദ്ധരുണ്ടെങ്കിലും നമുക്കൊരു ആണ്ടുവട്ടത്തില് ആരാധനക്രമ മത്സരത്തിലാണെങ്കിലും സാധാരണ മത്സരത്തിലാണെങ്കിലും 365 ദിവസമേ ഉള്ളൂ. ആ 365 ദിവസങ്ങളിൽ 52 ഞായറാഴ്ചകൾ കർത്താവിന്റെ മഹോത്സവങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് ഈ വിശുദ്ധർ അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സഭ എന്താണ് ചെയ്യുന്നത്? എല്ലാ വിശുദ്ധരെയും എല്ലാ സ്ഥലത്തും ഓർക്കാൻ കഴിയില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ചാവറയച്ചന് ഇന്ത്യയിലുള്ള പ്രാധാന്യം യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഇല്ല. അതുപോലെ അമേരിക്കയിലുള്ള വിശുദ്ധരുടെ പ്രാധാന്യം ഇന്ത്യയിലും ഇല്ല. ഇപ്പൊ യൂറോപ്പിലുള്ള വിശുദ്ധരുടെ തന്നെ അത് രാജ്യങ്ങളനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും വിശുദ്ധരെ ഓർക്കേണ്ടതിന്റെ ഒരു ക്രമമുണ്ട്. ഓർഡോയിൽ അത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ത്യയിൽ ഓർക്കുന്ന എല്ലാ വിശുദ്ധരെയും അല്ല യൂറോപ്പിൽ ഓർക്കുന്നത്, യൂറോപ്പിൽ ഓർക്കുന്നതല്ല അമേരിക്കയിലുള്ളത്, അമേരിക്കയിലുള്ളതല്ല ബ്രിട്ടനിലുള്ളത്, ആഫ്രിക്കയിലുള്ളത്. അങ്ങനെ ഓരോ രാജ്യത്തും അവർക്ക് പ്രധാനപ്പെട്ട തിരുനാളുകൾ ആഘോഷിക്കുക. അപ്പോ സോളമിനിറ്റ് എന്ന് പറഞ്ഞ കർത്താവിന്റെയും പരിശുദ്ധ കന്യകാമരത്തിന്റെയും തിരുനാളുകൾ സോളമിനിറ്റി, മഹോത്സവം എന്ന് പറയും. പിന്നെ അതിനേക്കാൾ കുറച്ച് താഴെയുള്ളത് ഫീസ്റ്റ് എന്ന് പറയും, തിരുനാളുകൾ. അതിനേക്കാളും താഴെയുള്ളതാണ് ഓർമ്മ തിരുനാള്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ എല്ലാം ഫീസ്റ്റ് ആണ്, പ്രധാനപ്പെട്ടതെല്ലാം ഫീസ്റ്റ് ആണ്. ചിലപ്പോൾ സോളമിനിറ്റി ആയിട്ട് ഉള്ളതുണ്ട്, സ്നാപയോഹന്നാന്റെ സോളമിനിറ്റി ഉണ്ട്, മഹോത്സവങ്ങൾ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ ജീവിതത്തില് പ്രാധാന്യമനുസരിച്ചാണ് ഈ മഹോത്സവങ്ങൾ, തിരുനാളുകൾ, ഓർമ്മ തിരുനാളുകളൊക്കെ, സോളമിനിറ്റി, ഫീസ്റ്റ്, മെമ്മോറിയൽ ഒക്കെ ആഘോഷിക്കുന്നത്. ഈ 1930 ഡയറിയില് സിസ്റ്റർ ഫൗസ്തീന ഇങ്ങനെ എഴുതി വെച്ചു. അവർക്കൊരു ദർശനം ഉണ്ടായി. ഈ തിരുവുത്ഥാനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറായി ആഘോഷിച്ചിരുന്നെങ്കിൽ എന്ന് അവർക്ക് ഒരു ദർശനം. 2000 ആണ്ടില് ഏപ്രിൽ മാസം 30 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുവുത്ഥാനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ ഞായറായിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കരുണയുടെ ഞായർ, ദ സൺഡേ ഓഫ് മേഴ്സി എന്ന് ഈ ഓർദോയില്, ലത്തീൻ സഭയുടെ ഓർദോയില് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോ പോളണ്ടിലാണ്. 2018 മുതൽ ഞാൻ ഇവിടെ പോളണ്ടിൽ ഏകദേശം സ്ഥിരമായിട്ടുണ്ട്. 2010 മുതലാണ് ഞാൻ ഇവിടെ വന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 10-13 രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ലോകത്ത് ഒരിടത്തും കാണാത്തൊരു രീതി നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ഉണ്ട്. എന്താണ്? കരുണയുടെ ഞായർ എന്നുള്ള പുതുഞായറാഴ്ച എന്നുള്ള തിരുനാൾ മാറ്റിയിട്ട് കരുണയുടെ ഞായറിന് വേണ്ടി നൊവേന കഴിഞ്ഞ പെസക വ്യാഴാഴ്ച തുടങ്ങി. പെസക വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഞായറാഴ്ച തുടങ്ങി. അല്ലെങ്കിൽ ചിലയിടത്ത് ദുഃഖവെള്ളിയാഴ്ച തുടങ്ങി, ചിലപ്പോൾ ദുഃഖശനിയാഴ്ച തുടങ്ങി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നൊവേന, കരുണയുടെ ഞായറിന് ഒരുക്കമായിട്ടുള്ള നൊവേന. ഏതാണ്ട് കരുണയുടെ ഞായറാണ്, സിസ്റ്റർ ഫൗസ്തീന പറഞ്ഞ കരുണയുടെ ഞായറാണ് പരിശുദ്ധ തൃത്വത്തെക്കാൾ, നമ്മുടെ കർത്താവിനേക്കാൾ, തോമാസിയേക്കാൾ, തിരുവചനത്തെക്കാൾ കേമമെന്ന മട്ടിലാണ് നമ്മുടെ നാട്ടിൽ നടക്കണേ. പോളണ്ടിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ കരുണയുടെ ഞായറിന് വേണ്ടിയുള്ള 9 ദിവസത്തെ നൊവേന. അന്നേ ദിവസം കരുണയുടെ ഞായറാണെന്ന് പറയും. പക്ഷെ വായനയൊക്കെ തോമാസ് ലീഹായുമായി ബന്ധപ്പെട്ടും കർത്താവീശോമശിഹുമായി ബന്ധപ്പെട്ടും ബൈബിളിലെ തന്നെ, ഞാൻ ആവർത്തിക്കുക, ബൈബിളിലെ തന്നെ ഏറ്റവും ഉയർന്ന വിശ്വാസ സത്യമാണ് തോമാസ് ലീഹ പറഞ്ഞത്. യേശുവിനെ നോക്കി, ഉത്ഥാനം ചെയ്ത യേശുവിനെ നോക്കി, എന്റെ കർത്താവേ, എന്റെ ദൈവമേ,
എന്റെ എലോഹിം, എന്റെ യാഹ്വേ എന്ന് വിളിച്ചത്. അതിനേക്കാൾ ഉയർന്നൊരു വിശ്വാസ പ്രഖ്യാപനം ബൈബിളിലില്ല, സഭയിലില്ല, ലോകത്തില്ല. അതിനെല്ലാം മാറ്റിമറിക്കുന്ന തരത്തിൽ, അതാണ് വായന. പക്ഷെ അതൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിൽ സിസ്റ്റർ ഫൗസ്തീനയെ കുറിച്ചും കരുണയുടെ ഞായർ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഫൗസ്തീനയ്ക്കുണ്ടായ ദർശനത്തെക്കുറിച്ചും പ്രസംഗിക്കുകയും നൊവേന നടത്തുകയും ചെയ്യുന്ന തെറ്റായ ഒരു ഭക്തിയുടെ രീതി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിരിക്കുന്നു. അതിപ്പം എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ രൂപതകളിലാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. കാരണം അവർ സീറോ മലബാറിനും പൗരത്വ സഭനും പേരുണ്ടെങ്കിലും വേഷഭൂഷാദികളിലോ ആചാരങ്ങളിലോ അവര് സീറോ മലബാറോ പൗരത്വ സഭയോ ആയിട്ടില്ല. അപ്പൊ നമുക്ക് ക്ഷമിക്കാം. ഈ ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, എറണാകുളം രൂപതകളിലെ ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ, ഇത് സീറോ മലബാർ സഭയിൽ പെട്ട ആളുകള് അതാണെന്ന് അഭിമാനിക്കുന്നവർ തന്നെ ഈ ഇന്ത്യയിൽ വന്ന തോമാസ് ലീഗ വന്ന് ആ പ്രാധാന്യം, അത്രയും പ്രാധാന്യത്തോടെ ഭാരതീയർ ആഘോഷിക്കേണ്ട തിരുനാള് ഈ പുതുഞായറാഴ്ച അത് മാറ്റി കരുണയുടെ ഞായറാക്കാൻ മത്സരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കെണിയുണ്ട് എന്ന് തിരിച്ചറിയാണ്. കർത്താവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള താല്പര്യമോ ലോകത്തിലെ എല്ലാവരും കരുണ കാണിക്കാൻ താല്പര്യമോ ഒന്നുമല്ല. മറിച്ച് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് യുക്തിവാദികൾ പ്രചരിപ്പിച്ചു. അതിന്റെ അടുത്ത ഘട്ടമായിട്ട് അവർ പറഞ്ഞു തോമസ് ലീഗ വന്നിട്ടില്ലെന്ന് ഇന്ത്യയിൽ. അത് ആ ചുവട് പിടിച്ച് തേലക്കാട്ടച്ചൻ തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഈ കർത്താവിനേക്കാൾ തേലക്കാട്ടത്തിന് വിശ്വസിക്കുന്ന, തിരുവചനത്തെക്കാൾ തേലക്കാട്ടത്തിന് വിശ്വസിക്കുന്ന എറണാകുളംകാരും അതിന് പിന്നാലെ ഇരിങ്ങാലക്കുട, തൃശ്ശൂരുകാരും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ആകെ കൺഫ്യൂഷനായി. ഈ ഒരു തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന നിരീശ്വരവാദികളുടെയും സഭാവിരുദ്ധരുടെയും പ്രചരണത്തിന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പുതു ഞായറാഴ്ച എന്നുള്ള ആ സംഗതി മാറ്റി കരുണയുടെ ഞായർ ആഘോഷിക്കുന്നത്. അല്ലാണ്ട് കർത്താവിന്റെ കരുണയുടെ കുറിച്ച് പ്രസംഗിക്കുന്നതിലുള്ള എതിർപ്പ് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഒരു ദിവസം, മിക്കവാറും എല്ലാ ദിവസങ്ങളും 3 കരുണക്കൊന്ത ചൊല്ലുന്ന ആളാണ് ഞാൻ. കരുണക്കൊന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 98 മുതൽ ഞാൻ ലത്തീൻ സഭയിലാണ് വർക്ക് ചെയ്യുന്നത്. ലത്തീൻ സഭയുടെ ലിറ്റർജിയെ കുറിച്ച് ഞാൻ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ലത്തീൻ സഭയുടെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ലത്തീൻ സഭയുടെ വായനയെ കുറിച്ച് ഞാൻ പ്രസംഗം പറയുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, വ്യാഴാഴ്ച ദിവസങ്ങൾ സീറോ മലബാറിന് ഇട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഞാൻ ലത്തീൻ സഭയുടെയാണ് ഇടുന്നത്. ലത്തീൻ സഭയുടെ ലിറ്റർജിയെ കുറിച്ച് തുടർച്ചയായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങേറ്റം ആസ്വദിച്ച് ചെയ്യുന്നത് സീറോ മലബാർ ലിറ്റർജി പോലെ തന്നെ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞാൽ അത്രയധികം സ്നേഹം എനിക്കുണ്ട്. പക്ഷേ ഈ പുതുഞായർ മാറ്റി, അത് ലത്തീൻ സഭക്കാരാണെങ്കിൽ പോലും ഇന്ത്യയിലെ ലത്തീൻ സഭക്കാര് പുതുഞായറാണ് ആഘോഷിക്കേണ്ടത്, കരുണയുടെ ഞായറല്ല. കരുണയുടെ ഞായർ അത് പോളണ്ടിൽ ആഘോഷിച്ചോട്ടെ സിസ്റ്റർ ഫൗസ്തീനുമായി ബന്ധപ്പെട്ട്. ഇവിടെ പോലും, ഞാൻ പോളണ്ടിലാൽ പറഞ്ഞല്ലോ, ഇവിടെ പോലും വളരെ കുറവ് ആഘോഷങ്ങളേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഇതുപോലെ ഇല്ല. അപ്പൊ ഭക്തി മൂത്തിട്ട് കർത്താവിനെ മാറ്റിവെക്കുന്ന തരത്തില്, തിരുവചനത്തെ മാറ്റിമറിക്കുന്ന തരത്തിൽ ഒരു ആഘോഷവും അനുവദിക്കാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മതമേലധ്യക്ഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ. അവർക്ക് ആകെ കൂടി നേരം കിട്ടുന്നത് FCR പോലുള്ള പ്രശ്നം വരുമ്പോൾ മാത്രമാണ്. ഇങ്ങനെയുള്ള കെണികൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ലിറ്റർജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒറ്റക്കെട്ടല്ല. മറ്റ് കാര്യങ്ങൾ വരുമ്പോഴാണ് അവർ ഒറ്റക്കെട്ടാകുന്നുള്ളൂ. അതൊരു അവരുടെ കർത്താവ് ചോദിക്കട്ടെ, നമുക്ക് അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർ നന്നായാലേ നമ്മൾ നന്നാകൂ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് വെളിവുണ്ടായാലേ നമുക്ക് വെളിവുണ്ടാകൂ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഈശോ മിശിഹായിലാണല്ലോ, ഈ പറഞ്ഞ നേതാക്കന്മാരിലല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പറയുന്നതിലോ കരുണക്കൊന്ത ചൊല്ലുന്നതിലോ കരുണയുടെ ഞായർ ആഘോഷിക്കുന്നതിലോ ഒന്നുമല്ല എന്റെ എതിർപ്പ്. മറിച്ച് അതായത് 1930 ഈ സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് ദർശനം ഉണ്ടായത്. 2000 കരുണയുടെ ഞായർ പ്രഖ്യാപിച്ചത്. പക്ഷേ AD 33 ഏപ്രിൽ മാസം 12 തീയതി, AD 33 ഏപ്രിൽ മാസം 12 തീയതി ഞായറാഴ്ച ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 8 ദിവസങ്ങൾക്ക് ശേഷം, ഉയർപ്പിന് ശേഷം 8 ദിവസങ്ങൾക്ക് ശേഷം. ആ 8 വളരെ പ്രധാനപ്പെട്ടതാ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് 8ന്റെ പ്രാധാന്യം ഇല്ലേ. ഓശാനയിൽ നിന്നും ഉയർപ്പിലേക്കും, ഉയർപ്പിൽ നിന്ന് പുതുഞായറാഴ്ചയ്ക്കും 8. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാ. 8 എന്ന് പറയുന്നത് യേശുവിന്റെ സംഖ്യയാണ്. അതുകൊണ്ട് 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് എഴുതിയിരിക്കുന്നത്. ആ 8 ദിവസങ്ങൾക്ക് ശേഷം നടക്കേണ്ട സംഗതി, അതായത് റെസറക്ഷന്റെ ഒക്ടേവ്, 8ാം ഇടം എന്ന് പറയുന്ന ആ ദിവസം, ആ 8 വളരെ പ്രധാനപ്പെട്ടതാണ്. 8 ആണ് ഈശോയുടെ നമ്പർ. 666 എന്നുള്ളത് ഭീകര മൃഗത്തിന്റെ ഇല്ലേ, അതായത് മനുഷ്യനാകാത്ത മൃഗത്തിന്റെ, മൃഗമായിട്ട് നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും മൃഗത്തെ പോലെ പെരുമാറുന്ന ആളുടെ നമ്പർ ആണെങ്കിൽ 666 ഈശോയുടെ നമ്പറാണ്. 8. ഓശാനയിലെ അല്ലേ എന്ന് ഉയർപ്പിലേക്ക് 8, അവിടെ നിന്ന് 8 ദിവസങ്ങൾക്ക് ശേഷം.
അപ്പൊ ഇത്രയും പ്രാധാന്യത്തോടെ ബൈബിൾ എഴുതിയിരിക്കുന്ന സംഗതിയെ മാറ്റിമറിക്കുന്ന തരത്തിൽ ആഘോഷിക്കുന്നതിനോടാണ് എനിക്ക് എതിർപ്പ്. ഞാൻ ആവർത്തിക്കുകയാണ്, കരുണക്കൊന്ത ഞാൻ 2 മിനിമം ചിലപ്പോൾ 3 ചൊല്ലുന്ന ആളാണ്. കർത്താവിന്റെ കരുണയെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കും വേണം. പക്ഷേ ഞാനും തന്നെ വിധിക്കുന്നില്ല എന്ന് കരുണ കാണിച്ചിട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ തൊട്ട വചനത്തിൽ കർത്താവ് പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്, അത് നീതിയാണ്. നീതിയില്ലാത്ത കരുണ കൊള്ളില്ലെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചത്. കാരണം കാണിക്കണം, പക്ഷെ നീതി വേണം അവിടെ. ഈ നീതി പറയാതെ, സ്നേഹം പറയാതെ, അച്ചടക്കം പറയാതെ, ശിക്ഷണം പറയാതെ കരുണ 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 എന്ന് മാത്രം പറയുന്നതാണ് നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ ഈ ആധുനിക കാലത്തിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാരുണ്യം കാണിക്കൊക്കെ വേണം, പക്ഷേ അത് പുതുഞായറാഴ്ചയോ കർത്താവിന്റെ 8ാം ഇടത്തിന്റെ, അതായത് തിരുവുത്ഥാനത്തിന്റെ 8ാം ഇടത്തിന്റെ പ്രാധാന്യം കുറച്ച് കളയുന്ന തരത്തിലോ ആകാൻ പാടില്ല. മാത്രമല്ല ഒരു കെണിയാണത്, ഒരു കെണി. അത് ലത്തീൻകാരും ചെയ്യരുത്, സീറോ മലബാർക്കാരും ഒട്ടും ചെയ്യരുത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കെണി ഉള്ളതുകൊണ്ട് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പറ്റൂ. അപ്പൊ ഇന്ന് മുതൽ 4 ദിവസത്തേക്ക് നമ്മൾ തോമാസ്ലിയുടെ വിശ്വാസ സത്യം, വിശ്വാസ പ്രഖ്യാപനം, അതേക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇത് നിങ്ങൾ അങ്ങേയറ്റം മനസ്സിരുത്തി കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ള പ്രചരണം, ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് തോമാസ് ലീഗായുമായി ബന്ധപ്പെട്ട പൊതുഞായറാഴ്ച മാറ്റി കരുണയുടെ ഞായർ ആഘോഷിക്കാനുള്ള ആ ശ്രമം എന്നുള്ള ആ കെണി തിരിച്ചറിഞ്ഞ് അതിനെ തടയിടാൻ നമ്മൾ ചെറിയൊരു ശ്രമം നടത്തുകയാണ്. ആ ശ്രമം എങ്ങനെ വിജയിക്കുക? നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഇത് പങ്കുവെക്കുക. നമുക്ക് തോമാസ് ലീഗ പറഞ്ഞ ബൈബിളിലുള്ള, തിരുവചനത്തിലുള്ള ആ വിശ്വാസ സത്യവുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ മുഴുകാം. ഈ തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. മാർ തോമസ് ലീവ മാനിക്കയൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകങ്ങൾ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് കുറച്ച് ത്യാഗം സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ പുസ്തകങ്ങളൊന്ന് വാങ്ങിച്ച് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. തോമാസ് ലീഗായോടും തിരുവചനത്തോടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പിന്നെ കുറച്ച് വിതരണം ചെയ്യുക. നേരത്തെ പെട്ടിലിടുന്ന പൈസ ഇങ്ങനെയും കുറച്ച് ചെലവഴിക്കുക. പിന്നെ കുറച്ച് നേരം ഇതൊന്ന് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും മാത്രം നോക്കാതെ ഈ പുസ്തകം ഒന്ന് വായിക്കുക, തെളിവുകൾ അവിടെ കിട്ടും. അപ്പൊ ഈ തോമായുടെ സിംഹാസനം എന്ന പുസ്തകം ഞാൻ നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ തിരുവചനത്തിന്റെ വ്യാഖ്യാനം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തോമസ് ലീഗ് ഇന്ത്യയിൽ വന്നതിനുള്ള ഭൗതിക തെളിവുകൾ, മെറ്റീരിയൽ തെളിവുകൾ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് പ്രചരിപ്പിക്കൂ. ഇതല്ല തോമസ് ലീഗയുടെ ഇങ്ങനെയല്ല സ്നേഹം കാണിക്കുക. നമ്മൾ സ്നേഹം കാണിക്കുന്നത് നേർച്ചപ്പെട്ടിൽ പൈസ ഇടും, അത് നല്ല കാര്യം. കുറച്ച് പൈസ ഇങ്ങനെയും ചെലവഴിക്കൂ, അതൊരു നല്ല കാര്യമാണ്. ഞാൻ അതിന്റെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതാം. ഈശോയുടെ തനത് സ്വത്വം അത് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് തോമസ് ലീഗ, ആദ്യത്തെ വ്യക്തി. അതുകൊണ്ട് തന്നെ തോമസ് ലീഗയുടെ വിശ്വാസ സത്യത്തിന്റെ പ്രഖ്യാപനത്തിന് അത്രയും ഉയർന്നൊരു വിശ്വാസ പ്രഖ്യാപനം ബൈബിളിൽ ആരും നടത്തിയിട്ടില്ല, സഭയിൽ ആരും നടത്തിയിട്ടില്ല. ഈശോ ആരാണ് എന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തിയും ഏക വ്യക്തിയും ബൈബിൾ അനുസരിച്ച് തോമസ് ലീഗയാണ്. അവനെ സംശയിക്കുന്ന തോമ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കരുത്. അങ്ങനെ ഒരു സംശയവും തോമസ് ചെയ്തതുമായിട്ട് ബൈബിളിലില്ല. പാശ്ചാത്യക്കാർ പറഞ്ഞ ഡൗട്ടിങ് തോമസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും പറഞ്ഞിട്ടോ തോമസിന് സംശയം ഉണ്ടെന്ന്? തോമസ് പറഞ്ഞത് തെളിവുകളുമായിട്ട് എന്റെ മുമ്പിൽ വരണമെന്നാ പറഞ്ഞേ. അതൊരു ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് കർത്താവിന് പഞ്ചക്ഷതമുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. എന്തിനാണ് പഞ്ചക്ഷതം എന്ന് വെളിപ്പെട്ടതും തോമസ് ലീഗ ഇതുപോലെ ശാസ്ത്രീയ ബുദ്ധി കാണിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തോമസ് ലീഗായുമായി ബന്ധപ്പെട്ട തിരുനാൾ ആഘോഷിക്കുന്നതിന് ചുരുങ്ങിയ പക്ഷം പൗരത്വ സഭകളെങ്കിലും മുൻകൈ എടുക്കണം. ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട 79%, അതായത് ഇന്ത്യയിലെ ലത്തീൻ സഭയിൽ വർക്ക് ചെയ്യുന്ന 79% അച്ഛന്മാരും കന്യാസ്ത്രീകളും സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ്. ഞാൻ ഉൾപ്പെടെ 98 മുതൽ ഞാൻ അങ്ങനെയാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ലത്തീൻ സഭയെ മോശമാക്കാനോ സീറോ മലബാർ സഭയെ മോശമാക്കാനോ നമ്മൾ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മുടെ വേരുകൾ, ചരിത്രപരമായ വേരുകൾ അറുത്തു മാറ്റാൻ വേണ്ടിയാണ് പുതു ഞായറാഴ്ച മാറ്റി കരുണയുടെ ഞായറാക്കുന്നത്. അത് അനുവദിച്ചുകൂടാ. ഇന്ത്യയില് പുതു ഞായറാഴ്ച ആഘോഷിക്കേണ്ടത് തോമസ് ലീഗുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കരുണയുടെ ഞായർ മറ്റൊരു ദിവസം ആചരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ ഫൗസ്റ്റൈനയുടെ ഇത് ആചരിക്കാം, അല്ലെങ്കിൽ തോമസ് തിരുനാളുമായി ബന്ധപ്പെട്ട് കരുണയെക്കുറിച്ച് പറയാം. അല്ലാതെ പുതു ഞായറാഴ്ച മാറ്റി കരുണയുടെ ഞായറാക്കുന്ന തരത്തിൽ നൊവേനയും പരിപാടികളും ആഘോഷങ്ങളും ഭക്തിയും മൂത്താൽ നമ്മുടെ ചരിത്രവും നമ്മുടെ വിശ്വാസവും അറുത്തു മാറ്റുന്ന രീതിയായിട്ട് മാറും. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്.
അപ്പൊ ഈ തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ 4 ദിവസമായിട്ട് കാണുകയാണ്. ഇന്ന് നമുക്ക് നോക്കുക, അദ്ദേഹം എന്താ പറഞ്ഞത്? തോമസ് ലീഹ ഈശോയെ, ഉത്ഥിതനായ ഈശോയെ നോക്കി അവനോട് പറഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്ന കേട്ടോ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ. അങ്ങനെയാണ് തോമസ് ലീഹ പറഞ്ഞത്. അത് നമുക്ക് ഈ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ഈ തോമസ് ലീഹയുടെ ഈ പാലസ്തീനിലൊക്കെ. അന്ന് അവിടുത്തെ ഔദ്യോഗിക ഭാഷ, അതായത് സർക്കാരിന്റെ ഭാഷയായിരുന്നത് ഗ്രീക്കാണ്. സർക്കാരിന്റെ ഭാഷ ഈ ഹോ ക്യൂരിയോസ് മൂ ഖായ് ഹോ തയോസ് മൂ എന്നാണ് ഗ്രീക്കില്. ഹോ ക്യൂരിയോസ് മൂ ഖായ് ഹോ തയോസ് മൂ. ഹോ ക്യൂരിയോസ് എന്റെ കർത്താവ്, മൂ എന്റെ, മൂ എന്ന് വെച്ചാൽ എന്റെ. ഹോ ക്യൂരിയോസ് അത് വെറും ഒരു നാഥനല്ല. ഹോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. ദ ലോർഡ്. അപ്പോ എന്റെ ആ കർത്താവ് എന്നാണ് ശരിക്കും തർജ്ജമ ചെയ്താല്. കായ് ആൻഡ് ഹോ തയോസ് മൂ, മൂന്നിൽ എന്റെ, ഹോ തയോസ് എന്റെ ആ ദൈവം എന്ന് വെച്ചാൽ ഏക സത്യദൈവവും ഏക കർത്താവുമായിരിക്കുന്ന അവനാണ് നീ എന്നാണ് തോമസ് ലീഹ ഈശോയോട്, ഉത്ഥാനം ചെയ്ത ഈശോയോട് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ പത്രോസിന്റെ പറഞ്ഞ, നീ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ ആ വിശ്വാസത്തെക്കാളൊക്കെ എത്രയോ ഉയർന്നതാണ് തോമസ് ലീഹയുടേത്. ഹോ ക്യൂരിയോസ് മൂ ഖായ് ഹോ തയോസ് മൂ. ഇതാണ് ഗ്രീക്ക് ഭാഷയില്. യഹൂദരുടെ വിശുദ്ധ ഭാഷയായ വേദത്താളുകളുടെയും സിനഗോഗിന്റെയും ഭാഷയാണ് ഈ പറയണേ. യഹൂദരുടെ വിശുദ്ധ ഭാഷ ഹീബ്രുവില് അദോണി വ് എലോഹായ് എന്നാണ്. അദോനി, അദോണായ് കർത്താവ്, അദോണി എന്റെ കർത്താവ്, വ് ആൻഡ് എലോഹായ്, എലോഹിം ദൈവം, എലോഹായ് എന്റെ ദൈവം. അപ്പോൾ ഹീബ്രുവില് അദോനി വ് എലോഹായ്. വേദത്താളുകൾ, പഴയ നിയമത്തിന്റെയും സിനഗോഗിലൊക്കെ വായിച്ചിരുന്ന വേദത്താളുകളുടെ ഭാഷയാണ് ഹീബ്രു. ആ ഹീബ്രു ഭാഷയിൽ അദോനി വ് എലോഹായ്. ഈശോയും ശിഷ്യന്മാരും സംസാരിച്ചിരുന്നത് അരാമിയ ഭാഷയാണ് അക്കാലത്ത്, അരാമിയ. ആ അരാമിയ ഭാഷയില് മാറി വ അലാഹി എന്നാണ്. അരാമിയ ഭാഷയില് മാറി, മാർ എന്ന് പറഞ്ഞാൽ കർത്താവ്, മാറി എന്റെ കർത്താവ്, വ എന്ന് വെച്ചാൽ ആൻഡ്, അലാഹി അലാഹ ദൈവം, അലാഹി എന്റെ ദൈവം. അപ്പൊ മാറി വ അലാഹി എന്നാണ് അരാമിയ ഭാഷയില്. അരാമിയ ഭാഷയുടെ ഭാഷാഭേദമായ പിശീത്ത സുറിയാനിയില് ഇത് തന്നെയാണ്, മാറി വ അലാഹി, മാറി വ അലാഹി. അപ്പോ പാശ്ചാത്യ സുറിയാനി, പൗരത്യ സുറിയാനി ഒക്കെ ഉണ്ട്. അപ്പൊ ചെറിയ ഉച്ചാരണ ഭേദങ്ങൾ ഉണ്ടാകാം. എങ്കിലും പൊതുവെ മാറി വ അലാഹി എന്നാണ്. മാറി വ അലാഹി അരാമിയ ഭാഷയിലും നമ്മുടെ സുറിയാനി ഭാഷയില്, സുറിയാനി എന്നതിന്റെയാണ് ഈ സീറോ നമ്മൾ പറയണേ. ആൾക്കാർക്ക് സീറോ എഴുതാനും സീറോ, പൂജ്യം, അതൊന്നും നമ്മുടെ നാട്ടിലെ വ്യത്യാസം അറിയില്ല. എന്തിനാണ് ഇസഡ്, എന്തിനാണ് എസ്, എന്തിനാണ് സി, ഇതൊക്കെ നമുക്ക് വല്ലവർക്കും അറിയോ? ഈ സീറോ മലബാർ എന്നുള്ളത് സീറോ, ഇസഡ് സീറോ മലബാർ എന്നാണ് ആൾക്കാർ വിചാരിക്കണേ. സീറോ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം അവരെങ്ങനെ പറയുന്നേ, കളിയാക്കി പറയുന്നതായിരിക്കും. ഈ സീറോ മലബാർ എന്ന് വെച്ചാൽ സുറിയാനി എന്നാണ്. സുറിയാനി, സീറോ എന്ന് പറഞ്ഞാൽ സുറിയാനിയാണ്. കർത്താവീശംശി സംസാരിച്ച അരാമിയ ഭാഷയുടെ ഭാഷാഭേദമാണ് സുറിയാനി. ആ സുറിയാനിയിൽ മാറിവ അലാഹി എന്നാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാർ എന്ന് പറഞ്ഞാൽ കർത്താവ്, കുമ്പിൾ പറയില്ലേ, മാർ പോളി കണ്ണുകാടൻ. അവിടെ കർത്താവ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, നാഥൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാലും അത് ഈ കോടതിയിലൊക്കെ നമ്മൾ ലോർഡ് എന്ന് പറയില്ലോ, യുവർ ലോർഡ്ഷിപ്പ്, യുവർ ഓണർ, യുവർ ലോർഡ്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് അവിടെ കർത്താവ് എന്ന അർത്ഥത്തിലല്ലോ, സർ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഈ മെത്രാന്മാരുടെ മുമ്പിൽ മാർ എഴുതുന്നത്. പക്ഷെ അതിന് കർത്താവ് എന്ന അർത്ഥമുണ്ട്. മാർ എന്ന് വെച്ചാൽ കർത്താവ്, മാറി എന്റെ കർത്താവ്, വാ ആൻഡ് എലോഹിം ദൈവം, എലോഹായ് എന്റെ ദൈവം. അപ്പോ അത് അദോണി ഇല്ലേ, സോറി, മാറി വ അലാഹി എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ആലാഹ ദൈവം, ഞാൻ തെറ്റി പറഞ്ഞു, ഞാൻ ഇടയ്ക്കുന്ന ഹീബ്രു കയറിപ്പോയി. സുറിയാനില് ആലാഹ ദൈവം, അലാഹി എന്റെ ദൈവം. അപ്പോൾ മാറി വ അലാഹി. അരാമിയ സുറിയാനി ആയിരുന്നു അനുദിന ജീവിതത്തിന്റെ ഭാഷ, തെരുവിന്റെ ഭാഷ, വ്യാപാരത്തിന്റെ ഭാഷ. ഇതൊക്കെ അരാമിയ സുറിയാനി ആയിരുന്നു. ഇടയടുപ്പമുള്ള കുടുംബ ബന്ധത്തിന്റെ ഭാഷയും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ ദൈവത്തെ വിളിച്ചിരുന്നത് അബ്ബ എന്നാണ്. അബ്ബ, അബ്ബ, അത് അരാമിയ സുറിയാനി ഭാഷയിലേതാണ് അബ്ബ. ആ ഭാഷയില് തോമസ് ലീഹ ആ ഭാഷയിലല്ലേ പറഞ്ഞിരിക്കുക.
കുടുംബ ബന്ധത്തിന്റെ ഇഴയടുപ്പമുള്ള ബന്ധത്തിന്റെ ഭാഷയിലേ പറയുക. തെരുവിന്റെ ഭാഷ, വ്യാപാരത്തിന്റെ ഭാഷ, സാഹിത്യ ഭാഷയാണോ പറയുക? അല്ല. വേദത്താളുകൾ വായിക്കുന്ന ഭാഷയിലാണോ പറയുക? അല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണോ? അല്ലല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക? വ്യാപാര ഭാഷ, തെരുവിന്റെ ഭാഷ, കുടുംബത്തിന്റെ ഭാഷ. അത് സാഹിത്യ ഭാഷയല്ല. അപ്പോൾ തോമസ് ലീഗ എന്തായിരുന്നു ഈശോ മിശിഹായോട് പറഞ്ഞത്? മാറി വ അലാഹി. അരാമിയ സുറിയാനി ഭാഷയിലെ മാറി വ അലാഹി എന്നാണ്. ലത്തീൻ ഭാഷയില് ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ് എന്നാണ്. ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ്. ഡോമിനസ് എന്ന് പറഞ്ഞാൽ കർത്താവ്, മേവൂസ് എന്റെ, എത്ത് എന്ന് പറഞ്ഞാൽ ആൻഡ്, ദേവുസ് എന്ന് പറഞ്ഞാൽ ദൈവം. നമ്മൾ ദൈവം എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ദൈവം വാക്ക് പോലും ദേവുസ് എന്ന ലത്തീനിൽ നിന്ന് വരുന്നതാണ്. സെവുസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ലത്തീനിലേക്ക് ദേവുസായി, നമ്മുടെ മലയാളത്തിലേക്ക് ദൈവമായി. അതാണ് ദേവുസ് എന്ന് പറയണേ. മേവൂസ് എന്ന് പറഞ്ഞാൽ എന്റെ. അപ്പോ ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. പരമ്പരാഗത ലത്തീൻ കുർബാനയില്, അതായത് രണ്ടാം മത്തയി സൂനോസിന്റെ മുമ്പ് വരെയുള്ള ആ ലത്തീൻ കുർബാനയില് ഇപ്പോഴും മാസത്തിൽ ഒരിക്കൽ ആ കുർബാന ചൊല്ലാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്ന ആ ലത്തീൻ കുർബാനയില്, പരമ്പരാഗത ലത്തീൻ കുർബാനയില്, പൂർണ്ണമായും ദൈവോന്മുഖമായ ലത്തീൻ കുർബാനയില് സ്ഥാപന വാക്യങ്ങൾ കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ തിരുവോസ്തി ഉയർത്തുമ്പോൾ ജനങ്ങള് ഇങ്ങനെ പറഞ്ഞിരുന്നത്, അതായത് അവര് ഒച്ച ഉയർത്തിയിട്ടല്ല, സ്വയം അവര് പതുക്കെ ചുണ്ട എനിക്ക് പറഞ്ഞിരുന്നത് ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ് എന്നാണ്. അതുപോലെ തന്നെ അപ്പോഴാണ് അവർ കർത്താവിനെ കാണുന്നത്. കാരണം ദൈവോന്മുഖമായിട്ടാണ് ലത്തീൻ പരമ്പരാഗത കുർബാന. അതുപോലെ തന്നെ ഈ കാസ ഉയർത്തുമ്പോൾ ജനങ്ങള് ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ് എന്ന് പറഞ്ഞിരുന്നു, പതുക്കെ ചുണ്ടുകൊണ്ട് കർത്താവിനെ ഉയർത്തുമ്പോൾ. ഇതുകൊണ്ടാണ് സ്കോട്ട് ഹാൻ എന്ന് പറഞ്ഞ ലൂതറൻ പാസ്റ്റർ കത്തോലിക്ക പള്ളിയിൽ പോയി എന്താണ് കത്തോലിക്ക പള്ളി നടക്കുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി പുറകിൽ ചെന്നിരുന്നപ്പോൾ ഇങ്ങനെ ഈ തിരുവോസ്തി പൊക്കുന്നതും ഇങ്ങനെ കാസ പൊക്കുന്നതും കണ്ടപ്പോൾ തോമാസ് ലീഹായെ പോലെ ആ ബലിപീഠത്തിലേക്ക് ചെന്ന് അവനെ തൊട്ടിട്ട് ഇങ്ങനെ ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറയണമെന്ന് തോന്നിയത് അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം കത്തോലിക്കനായി, അദ്ദേഹം അത് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ലൂതറൻ പാസ്റ്റർ കത്തോലിക്കനാകേണ്ട കാരണം പോലും ഈ സംഗതിയാണ്. ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇത് പരമ്പരാഗത ലത്തീൻ കുർബാനയിൽ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴും പഴയ ആളുകൾ പറയുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ ഞാൻ വിവിധ ഭാഷകൾ പറയാണ്. ഗ്രീക്ക് ഭാഷയില്, ഹീബ്രുവില്, അരാമിയ സുറിയാനിയില്, ലത്തീനില്. അക്കാലത്ത് ഈ കർത്താവിനെ എന്തിനാണ് ക്രൂശിച്ചതെന്ന് മുകളിൽ എഴുതി വെച്ചപ്പോൾ ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ ഭാഷയിൽ എഴുതിയിരുന്നു. ഈ ഔദ്യോഗിക ഭാഷ, ഈ ലത്തീൻ ഭാഷ എന്ന് പറയുന്നത് സാഹിത്യ ഭാഷ, സാംസ്കാരിക ഭാഷ ഗ്രീക്ക് ആയിരുന്നെങ്കിലും ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ലത്തീനാണ്. റോമ സാമ്രാജ്യത്തിന്റെ. അവിടെ അഗസ്റ്റസ് സീസറിനെയാണ് ഈ കർത്താവും ദൈവവുമായിട്ട് ഡിവൈൻ അഗസ്റ്റസ് എന്നാണ് അഗസ്റ്റസ് സീസറിനെ വിളിച്ചിരുന്നത്. ഈ അഗസ്റ്റസ് സീസറിനെയാണ് കർത്താവും ദൈവവുമായിട്ട് ആരാധിക്കണമെന്ന് കൽപ്പന ഉണ്ടായിരുന്നത്. ഡിവൈൻ അഗസ്റ്റസ് എന്നാണ് ഈ അഗസ്റ്റസ് സീസർ പറഞ്ഞിരുന്നേ. ഡിവൈൻ, അതായത് സാധാരണ രാജാവിനെ പോലെയല്ല ഞാൻ ദൈവമാണ്, ഞാൻ കർത്താവാണെന്നാണ് അഗസ്റ്റസ് സീസർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ലോകമാസകലമുള്ള കാനക്ഷികുമാരി എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതേക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അഗസ്റ്റസ് സീസറിനെ കർത്താവും ദൈവമായിട്ട് ആരാധിക്കണമെന്ന രാജകൽപ്പനയുള്ള ഒരു സ്ഥലത്ത് തോമസ് ലീഗ ഈശോയെ നോക്കി എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഡോമിനസ് മേവൂസ് എത്ത് ദേവുസ് മേവൂസ് എന്ന് ഈശോയെ നോക്കി പറയുമ്പോൾ അത് അഗസ്റ്റസ് സീസറിനുള്ള വെല്ലുവിളിയാ. നീ ഇവനെ വിട്ടയക്കുന്നെങ്കിൽ അഗസ്റ്റസ് കൈസറിന്റെ സ്നേഹിതനല്ല എന്ന് പറഞ്ഞപ്പോഴാണ് പീലാത്തോസ് പേടിച്ചത്. പക്ഷെ അങ്ങനെയുള്ള പേടിയൊന്നും തോമസ് ലീഗയ്ക്കില്ല. തോമസ് ലീഗ ഈ രാജകൽപ്പനയെ ധിക്കരിച്ചിട്ട്, അന്നുണ്ടായിരുന്ന രാജകൽപ്പനയെന്ന് ഓർക്കണം. ആ അഗസ്റ്റസ് സീസറും കഴിഞ്ഞ് തിബേരി സീസർക്ക് വന്നപ്പോൾ ഈ രാജകൽപ്പന നിലനിൽക്കണം റോമ സാമ്രാജ്യത്തില്. അങ്ങനെ രാഷ്ട്രീയമായ ഒരു സാഹചര്യമുള്ള സ്ഥലത്താണ്, അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവിനെ ദൈവവും കർത്താവുമായിട്ട് ആരാധിക്കണം, രാജാരാധന വേണമെന്ന് കൽപ്പന നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈശോ, മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത ഈശോയാണ് എന്റെ കർത്താവ്, എന്റെ ദൈവം എന്ന് പറഞ്ഞ് തോമസ് ലീഗ പ്രഖ്യാപിച്ചത്. തോമസ് ലീഗയുടെ കഴുത്തില് തലയുണ്ടാകില്ല ഇത് കേട്ടാല്.
പക്ഷെ ആ പേടിയൊന്നും തോമസ് ലീഗില്ല. കാരണം അത് വളരെ അപകടം പിടിച്ച ഒരു പ്രഖ്യാപനമാണ്. കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല. അത് അറിഞ്ഞിട്ട് തന്നെയാണ് തോമസ് ലീഗ് അന്ന് അത് പ്രഖ്യാപിച്ചത്. തോമായുടെ മക്കളെന്ന് അവകാശപ്പെടുന്നവരിൽ ഈ ധീരത ഇല്ലാത്തത് വലിയ കഷ്ടമാണ്. മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന അധികാരികളെ ദൈവവും കർത്താവുമായി കരുതുകയും അവരെ പ്രീതിപ്പെടുത്തുകയും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിയാലും വിരോധമില്ലെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ചില അപ്പകഷങ്ങൾ ഇട്ടുകൊടുത്ത് ചില പദവികൾ തരപ്പെടുത്തുകയും ചെയ്യുന്ന അവരെയൊക്കെ തോമായുടെ മക്കളെന്ന് വിളിക്കാൻ പറ്റുമോ? ഇതുപോലെ ധീരതയുള്ള തോമായുടെ മക്കളെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ പുതുഞായർ മാറ്റി കരുണയുടെ ഞായറാക്കിയാൽ ആഭിചാര കുർബാന ചൊല്ലുന്നവരെയും കക്കൂസ കുർബാന ചൊല്ലുന്നവരെയും അരമൻ ആക്രമിക്കുന്നവരെയും മാർപ്പാപ്പി അനുസരിച്ച് സഭയുടെ കുർബാന ചൊല്ലുന്നവരെയും ഒക്കെ ചൊല്ലുന്നവരെ ആക്രമിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പുതുഞായർ പറ്റില്ല. തോമസിന്റെ ധീരത പറ്റില്ല. പിന്നെന്താ കരുണ 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 എന്ന് പറയാ. അതുകൊണ്ടാണ് പുതുഞായർ മാറ്റി കരുണയുടെ ഞായറാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. തോമായുടെ മക്കൾ അത് ചെയ്യില്ല. തോമായുടെ മക്കള് രാജ്യത്തലവൻ എന്ത് പറഞ്ഞാലും അവന് കർത്താവും ദൈവമായിട്ട് ആരാധിക്കണം, ഈ രാജാവിനെ ആരാധിക്കണം പറഞ്ഞാലും തോമായുടെ മക്കൾ അത് ചെയ്യില്ല. പക്ഷേ ഇപ്പൊ തോമായുടെ മക്കളല്ല നമുക്ക് മെത്രാന്മാരായി വന്നിരിക്കുന്നവർ മിക്കവരും. അവരെല്ലാം തെറ്റായ കരുണയെക്കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്ന, തെറ്റായ ചിന്ത വെച്ച് പുലർത്തുന്ന തിരുവചനം അറിയാത്തവരാണ്. അതുകൊണ്ടാണ് തോമ പറഞ്ഞ ആ അപകടം പിടിച്ച വിശ്വാസ പ്രഖ്യാപനം മാറ്റിയിട്ട് കരുണ 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 എന്ന് മാത്രം പറഞ്ഞ് നീതിയുമില്ല സ്നേഹവുമില്ല കരുണ എന്ന് മാത്രം പറഞ്ഞ് അത് കരുണയല്ല താനും തെറ്റായ കരുണ കാണിച്ച് ആഭിചാര കുർബാന ചൊല്ലുന്നവരെയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവരെയും മാർപ്പാപ്പ പ്രതിനിധി കല്ലെറിയുന്നവരെയും കോലം കത്തിക്കുന്നവരൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കെണി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവരെ തോമായുടെ മക്കളെന്ന് വിളിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന കള്ളം പ്രചരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ അവർ നടക്കുന്നത്. പ്രചരിപ്പിക്കുന്നവർ ചെയ്യുന്ന തെറ്റ്, അവരെ ചേർത്ത് പിടിക്കുന്നവര് അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നു. കർത്താവ് അവരോട് പ്രതികാരം ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രതികാരം ചീപ്പായിട്ടുള്ള പ്രതികാരമല്ല. എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും പറഞ്ഞതല്ലേ കർത്താവ് എന്നാണ് നിങ്ങൾ പറയണേ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരുവചനം അറിയില്ലെന്നാണ് അർത്ഥം. കർത്താവിന്റെ ഒരു ചെകിടത്ത് അടിച്ചപ്പോൾ മറ്റേ ചെകിട് കാണിച്ചു കൊടുത്തോ കർത്താവ്? നീ എന്തിനെ അടിച്ചെന്നല്ലേ ചോദിച്ചത്? നീ എന്നെ ഇന്റിമിഡേറ്റ് ചെയ്യണ്ട, ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ ചോദ്യം ചെയ്യരുത്. ന്യായം തെളിയിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം. മൂന്നാം മുറയിൽ എന്റെ അടുത്ത് വേണ്ടെന്ന കർത്താവ് പറഞ്ഞേ. അതാണ് കർത്താവ്. ഏത് വചനം എവിടെ ചേരാന്ന് അറിയാൻ പാടില്ലാത്ത കുറെ ഈ കരുണ ക്ഷമ എന്ന് പറഞ്ഞ് ചില ധ്യാന കേന്ദ്രങ്ങൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പാടെ വന്ന് പകർത്തുന്ന വിശ്വാസമില്ലാത്ത തിരുവചനം അറിയാത്ത ആളുകളാണ് നമ്മുടെ പ്രശ്നം. അത് തിരുത്താനുള്ള സമയമാണ് ഈ പുതു ഞായറാഴ്ച. അത് തിരുത്തേണ്ടത് ഞാൻ പറഞ്ഞ തരത്തിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവര്, ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നവര് നിങ്ങളിത് പ്രചരിപ്പിക്കൂ. നമുക്ക് ഈ തിന്മയെ, അതായത് തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് നടത്തുന്ന ഈ കരുണയുടെ ഞായർ എന്ന പരിപാടി ഇന്ത്യയിൽ വേണ്ട. കരുണയുടെ ഞായറൊക്കെ നമുക്ക് ആഘോഷിക്കാം. പക്ഷെ അത് പുതു ഞായറാഴ്ച കർത്താവിന്റെ പ്രാധാന്യവും തോമസ് ലീഗയുടെ പ്രാധാന്യവും ഭാരതത്തിന് അപ്പസ്തോലനായ തോമസിന്റെ പ്രാധാന്യവും കുറച്ച് കാണിക്കുന്ന തരത്തിൽ, തുച്ഛീകരിക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷം നമുക്ക് വേണ്ട. അത് നമ്മൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ചുരുങ്ങിയ പക്ഷം സീറോ മലബാർ എന്ന് വിചാരിക്കുന്ന പൗരത്വ സഭയിലുള്ളവരെങ്കിലും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാകണം. ലത്തീൻ സഭയിലുള്ള, ഭാരതത്തിലുള്ള ലത്തീൻ സഭയിലുള്ളവരും അത് ചെയ്യുന്നതാണ് നല്ലത്. തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ നിങ്ങളും നിങ്ങളുടെ ചരിത്രത്തിന്റെ വേരുകൾ അറുക്കുകയാണ്, തിരുവചനത്തിന്റെ വേരുകൾ അറുക്കുകയാണ്, സത്യത്തിന്റെ വേരുകൾ അറുക്കുകയാണ്. അറക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രമിക്കും, തോറ്റുപോകും. പൗലോസ് ലീഗ സഭയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ശ്രമിക്കും നിങ്ങൾ, പക്ഷെ തോറ്റുപോകും. കാരണം തിരുവചനത്തെയും കർത്താവിനെയും കർത്താവിന്റെ ചരിത്രത്തെയും സത്യത്തെയും ഒന്നും അർത്ഥം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അർത്ഥം മാറ്റം തോറും ഞങ്ങൾ ചെറിയ ശതമാനം കൂടുതൽ ഊർജ്ജസ്വലമായി വരും. അതിനാൽ തിരുവചനത്തിൽ വിശ്വസിക്കുന്നവര്, കർത്താവിൽ വിശ്വസിക്കുന്നവര്, തോമസ് ലീഗ് ഇന്ത്യയിൽ വന്നു എന്ന് വിചാരിക്കുന്നവര് ഈ കാര്യത്തില് ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ വീണ്ടും 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 ആവശ്യപ്പെടുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.